അങ്ങനെ നവീൻ അനിയോട് പറയുന്നുണ്ട്, നീ എന്ത് വില കൊടുത്തും എനിക്ക് നന്ദുവിനെ നേടിത്തരണമെന്ന്. നന്ദുവിന് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ എന്ന് നവീൻ ചോദിക്കുന്ന സമയത്ത് അതൊന്നും എനിക്ക് അറിയില്ല എന്ന് അനി പറയുന്നുണ്ട്. നന്ദുവിന് അങ്ങനെയൊന്നുമില്ല, അവൾക്ക് IPS എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അതിനു വേണ്ട സഹായമെല്ലാം ഞാൻ ചെയ്യാം എന്ന് വളരെ സന്തോഷത്തോടു കൂടി നവീൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനിയാണെങ്കിൽ ആദർശ് പോയ വിഷമത്തിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വിശേഷം, അവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ് നയന. ഇവിടെ ബിസിനസ് എല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ശരിയാക്കണം, അതിനുശേഷം ഞാൻ വരാമെന്ന് ആദർശ് പറയുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ദേവയാനിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. മോള് സംസാരിക്കേ, അമ്മ പിന്നെ സംസാരിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, അമ്മ സംസാരിച്ചോളൂ എന്ന് നയന പറയുകയാണ്. നയനയെ നോക്കിക്കൊള്ളണം, അവൾ അവളുടെ കാര്യം നോക്കാതെ വെറുതെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് അമ്മ നയനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സമയത്ത് നയനയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, മോൻ്റെ ആരോഗ്യം നോക്കണം എന്ന് ദേവയാനി പറയുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾ തമ്മിൽ നല്ല വഴക്കായിരുന്നു, ഇപ്പോൾ നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ അല്ലേ, അമ്മയുടെ അവസ്ഥ അതുതന്നെയല്ലേ എന്ന് നയന പറയുന്നുണ്ട്. മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ വളരെ സന്തോഷത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്ന് ദേവയാനി പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്. ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, അങ്ങനെ ഇപ്പോഴും പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നവ്യേച്ചിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, നവ്യേച്ചിയുടെ സ്വഭാവം ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്, അബിയും അപ്പച്ചിയും പറയുന്നത് പോലെയാണ് നവ്യേച്ചി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ സമയം ദേവയാനി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, അവൾ മോളുടെ ചോരയല്ലേ, അതുകൊണ്ട് പരിധി വിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അകത്ത് പോയിട്ട് അവർ സംസാരിക്കുന്നത് നവ്യയെക്കുറിച്ച് തന്നെയാണ്. നവ്യ പരസ്യം ചെയ്തിരിക്കുന്നത് പുതിയ ജ്വല്ലറിയായ AN ജ്വല്ലറിക്ക് വേണ്ടിയാണ്. ആ ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായിട്ടാണ് വരുന്നത്. ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയവരെല്ലാം പറയുന്നത് നല്ല കളക്ഷൻ അവിടെയുണ്ട് എന്ന് ദേവയാനി പറയുകയാണ്. അപ്പോൾ അവരുമായി നമ്മൾ മത്സരിക്കേണ്ടി വരുമല്ലേ എന്ന് നയന പറയുന്ന സമയത്ത് അതേ മോളെ, അവർ നവ്യയുടെ പരസ്യം കൂടുതൽ പ്രൊമോട്ട് ചെയ്യും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. വേറൊരു പരസ്യത്തിൻ്റെ വർക്കും കാര്യങ്ങളുമായി നവ്യ പോയതായിരുന്നു. ചേച്ചി ഇതുവരെ എവിടെയായിരുന്നു എന്ന് ദേഷ്യത്തോടു കൂടി നയന ചോദിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും, നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ജലജയും വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മോളെ പരസ്യത്തിന് പോയ കാര്യം, എല്ലാം നല്ലതുപോലെ ആയോ എന്ന് ജലജ ചോദിക്കുന്ന സമയത്ത് അതൊന്നും അറിയില്ല അമ്മേ, അതിൻ്റെ ക്ലിപ്പിംഗ്സ് എല്ലാം പെൻഡ്രൈവിലാക്കിയിട്ട് അവർ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ ആ പരസ്യം TV-യിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരസ്യം കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ കുറച്ചു നേരം കണ്ടപ്പോൾ മുത്തശ്ശി അതങ്ങ് നിർത്തി വെച്ചേക്ക് എന്ന് പറയുകയാണ്. എന്തിനാ നിർത്തി വെക്കുന്നത്, ഇനിയും പരസ്യം TV-യിൽ വരും, അപ്പോൾ മുത്തശ്ശി കണ്ടേ പറ്റൂ എന്ന് പറയുകയാണ് നവ്യ. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, പരസ്യമൊന്നും കുഴപ്പമില്ല, എന്നാൽ നിനക്ക് മാന്യമായ വസ്ത്രം അണിഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വസ്ത്രത്തിന് എന്താണ് കുഴപ്പം, ഇനി ഇതുപോലുള്ള അവസരങ്ങൾ ലഭിച്ചാൽ ഇനിയും അഭിനയിക്കും എന്ന് പറയുന്നുണ്ട് നവ്യ. ചേച്ചി അബിയുടെ അനുവാദത്തോടു കൂടിയാണോ ഈ പരസ്യത്തിലെല്ലാം അഭിനയിക്കുന്നത് എന്ന് നയന ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകും, ഇനി അവൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിന് ജീവിക്കാനുള്ളത് ഈ പരസ്യത്തിലൂടെ നേടുമെന്ന് എനിക്ക് മനസ്സിലായി, ഇനി അവൻ എന്നെ പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല, ഞങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ ദേഷ്യത്തോടു കൂടി നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ ജലജയോട് ചോദിക്കുകയാണ്, ഈ കുടുംബത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നീയും നിന്റെ മകനും നിന്റെ മരുമകളെ അയച്ചതാണോ എന്ന്. അത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകൂ, ഞങ്ങൾ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ആകെ വിഷമത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നവ്യ നേരെ പോകുന്ന അബിയുടെ അടുത്തേക്കാണ്. അങ്ങനെ നവ്യയ്ക്ക് ആദ്യമായി കിട്ടിയ പ്രതിഫലം അബിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, നിന്റെ കയ്യിൽ നിന്നോട്ടെ, പ്രതികാര ബുദ്ധിയോട് കൂടി നീ വീട്ടിലുള്ളവരോട് പോരാടിയ പണമല്ലേ, അത് നിന്റെ കയ്യിൽ തന്നെ നിൽക്കട്ടെ, ഈ പണം നിന്നെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് നീ മേടിക്കേട എന്ന് പറയുന്നുണ്ട് നവ്യ. അങ്ങനെ അബി സങ്കടം അഭിനയിച്ചുകൊണ്ട് ആ പണം വാങ്ങുന്നുണ്ട്. അങ്ങനെ അബി പറയുന്നുണ്ട്, നീ എൻ്റെ ഭാഗ്യമാണ്, എല്ലാവരും എതിർത്ത് നിന്നപ്പോൾ നീ എൻ്റെ കൂടെ തന്നെ നിന്നു, അതെനിക്ക് എത്രമാത്രം സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെന്നോ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് അബി സങ്കടം അഭിനയിച്ചു കൊണ്ട് പറയുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്, ഞാൻ പരസ്യത്തിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നടന്നു ചെയ്തത് നീയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ് എന്ന് നവ്യ പറയുകയാണ്.
അങ്ങനെ അഭി പറയുന്നുണ്ട്, ഇനി നിന്റെ പേര് കൊണ്ട് വേണം മൂർത്തിസ് ജ്വല്ലറി അറിയപ്പെടാൻ. AM ജ്വല്ലറി നിന്റെ പരസ്യം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മൂർത്തിസ് ജ്വല്ലറിക്ക് വലിയ ക്ഷീണമാക്കും. ക്ഷീണമാകട്ടെ, നിന്നെ കുറേ അവർ കഷ്ടപ്പെടുത്തിയതല്ലേ, നിന്റെ ജോലി വരെ അവർ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ അഭി പറയുന്നുണ്ട്, എടി നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ പലരും ശ്രമിക്കും, പ്രത്യേകിച്ച് നിന്റെ അനിയത്തിമാർ. ഇല്ലടാ, അവൾമാരെ കൊണ്ട് ഇനി ഒന്നും കഴിയില്ല. എന്നോട് പരസ്യത്തിൽ അഭിനയിക്കരുതെന്ന് അവൾമാർ ഒരുപാട് തവണ പറഞ്ഞതാണ്. അതൊന്നും ഇനി നടക്കാനേ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. എവിടെ നിന്നാണ് മോനെ ഈ പണം കിട്ടിയത് എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. നവ്യ ആദ്യമായി പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലമാണിത് എന്ന് അഭി പറയുകയാണ്. നവ്യ AM ജ്വല്ലറിയുടെ പരസ്യത്തിലാണ് അഭിനയിക്കുന്നത്. AM ജ്വല്ലറി പ്രൊമോട്ട് ചെയ്ത് മൂർത്തിസ് ജ്വല്ലറി ഇല്ലാതാക്കണം. അങ്ങനെ തന്നെ വേണം. മൂർത്തിസ് ജ്വല്ലറിയുടെ നെടുന്തൂൺ അളക്കണം എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്.